അത് കുളച്ചൽ യുദ്ധത്തില് 1743 ഉപയോഗിച്ചിരുന്നേ. 1743 എനിക്ക് ഉറപ്പാണ്. അന്ന് ഡിലനോയ് വാൻക്ലീഫ് ബാറ്റിൽ ഓഫ് കുളച്ചൽ, ബാറ്റിൽ ഓഫ് ഡച്ചുകാരെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്നാണ്. അത് ശരി. ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തൊന്ന് നോക്കിയാലോ എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് കൈകൊണ്ടൊക്കെ എടുത്ത് നോക്കിയാലോ? ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ ഞാനൊന്ന് ശ്രമിച്ചതാ, വേണ്ടാന്ന് തിരിച്ചു വെച്ചു. നല്ല വെയിറ്റ് ഉണ്ടോ ഇതിനൊക്കെ? അത് മറ്റേ കുന്തത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. കുന്തത്തിന് നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നമ്മളിപ്പോ മുകളിലേക്കാണോ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ടാണോ പോകുന്നത്? നമ്മൾ അങ്ങോട്ടാണല്ലേ? നമുക്ക് പോവാം. ഇതൊക്കെ ഇവിടെ പുതിയതാ. ഈ ശില്പങ്ങളൊക്കെ പുതിയതാണ്. നമ്മള് കവടിയാർ കൊട്ടാരത്തിന്റെ ഒരു ഒഫീഷ്യൽ ഡ്രോയിങ് റൂമിലേക്കാണ് കയറുന്നത് അല്ലേ? അതെ. ഇവിടെ ഈ പെയിന്റിങ്ങുകളൊക്കെ ഇതൊക്കെ ഒറിജിനൽ ചിത്രങ്ങളാണ്. രവിവർമ്മ പിക്ചർ ഇതാണല്ലേ? ഇതാണ് ഇതിന്റെ യഥാർത്ഥ പിക്ചർ അല്ലേ? നമ്മളൊരു 1000 അല്ലെങ്കിൽ 10,000 കണക്കിന് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജുകൾ കണ്ടിട്ട് ഈ ഒറിജിനൽ പെയിന്റിങ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര രോമാഞ്ചം വരുന്നു. ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ളതല്ല. അങ്ങനെ അല്ല, ഇതും വളരെ പഴയ ഒരു ചിത്രമാണ്. ഇതെന്താ ഇത്? ഐ മീൻ ഇതിന്റെ ഈ ഫോട്ടോയ്ക്ക് പുറകിലുള്ള ഒരു കഥ. ഫോട്ടോ 1956 മറ്റേ എടുത്താണ്. അന്നും ഫ്ലവർ വാസ് ഇവിടെ തന്നെ ഉണ്ട്. അത് ശരി. തിരുനാള് വല്യമ്മ സേതു പറവൂരെ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ ഇതൊക്കെ ഉള്ള സാധനങ്ങളാണല്ലേ? ഈ ഒരു മുറിയുടെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഈ മുറിയില് പ്രധാനമായിട്ടും മീറ്റിങ്ങുകളൊക്കെ കൂടാനുള്ള ഒരു ഏരിയ ഒഫീഷ്യൽ റൂം. അന്നത്തെ എന്താണ് പൊളിറ്റിക്കൽ ലീഡേഴ്സോ അന്നത്തെ എല്ലാ ആൾക്കാരും, നമ്മുടെ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെ, മഹാത്മാഗാന്ധിജി തൊട്ട് അങ്ങനെ വേണം പറയാം, അദ്ദേഹം വന്ന കസേരയൊന്നും ഇരുന്നില്ല. വലിയ അമ്മാവനൊക്കെ പറഞ്ഞ കഥയാണ്. താഴെ ഇരുന്നു, എന്നിട്ട് എല്ലാരും ഈ വട്ടമേശ വരെ താഴെ വട്ടത്തിലിരുന്ന് അദ്ദേഹം ഒരു 1.5 മണിക്കൂർ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അന്ന് മഹാരാജാവ് ആയിട്ടില്ല, തിരുനാള് സ്ഥാനം വയ്ക്കുന്നതിന് മുമ്പേ വന്ന് സംസാരിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞ്. അതെ, ഈ നമ്മള് ഫാനിലേക്കൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റൈലുകൾ പലരും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഫാനുകളൊക്കെ പല മോഡേൺ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഫാനിനൊക്കെ എത്ര വയസ്സുണ്ടാവും? 70 വയസ്സുണ്ട്. 70-75 അടുപ്പിച്ചാണ്. ഇതിനൊക്കെ എല്ലാത്തിന്റെ പാർട്സ് ഒക്കെ ഇപ്പോഴും കിട്ടാറുണ്ടോ? അതോ ഇത് ഇന്നുവരെ കേടായിട്ടില്ല? ആണോ? ഒരെണ്ണം മാത്രം അതിന്റെ കോയില് ചെറുതായിട്ട് ബാക്കി ഈ ഫാൻ കേടായിട്ടില്ല ഇതുവരെ. അത് ശരി. ഇതെന്തായിരിക്കും? ഇതെന്ത് മുമ്പാണോ? ഇമിറ്റേഷൻ ആണ് ഇത്. ഒരു പട്ടാളത്തിലുള്ള ഒരാള് ജയ്പൂരിൽ നിന്ന് വന്ന് ഇവിടെ പ്രസന്റേഷൻ കൊടുത്തതാണ് അല്ലെ? ഇതൊക്കെ നമ്മുടെ ഈ പുതിയതായി വന്ന ഇതൊരു 10-20 വർഷം പഴക്കം കാണും. പിന്നെ അന്ന്